നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഇതെന്ന് പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല അമ്മയാവാൻ. അതിനോ അത് പറഞ്ഞ ആൾക്കാര് കളിയാക്കും, പരിഹസിക്കും. അല്ലാണ്ട് തന്നെ ഒരുപാട് അത് കേൾക്കുന്നുണ്ട് ലൈഫിൽ പല പരിഹാസങ്ങളും. അതായിട്ട് അമ്മയാവാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് ലൈക്ക് മോം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയപ്പോഴും കരയുന്നത് സീമ വിനീതാണ്. ഒരു സാമൂഹിക ജീവി എന്ന തലത്തിൽ കാണുമ്പോൾ, അവരുടെ കരച്ചിൽ കാണുമ്പോൾ ഉള്ളിൽ എവിടെയൊക്കെയോ നമുക്കും ഒരു നീറ്റിലുണ്ടാവുന്നുണ്ട്. സ്ത്രീ ആയതുകൊണ്ട് എല്ലാവരും അമ്മ ആയിക്കൊള്ളണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് അമ്മയാകാൻ സാധിക്കാത്ത അനേകം സ്ത്രീകളുണ്ട്, അച്ഛനാകാൻ സാധിക്കാത്ത അനേകം പുരുഷന്മാരുണ്ട്. അവരാരും പൂർണ്ണരല്ലാതാവുന്നില്ലല്ലോ. മാത്രമല്ല, സ്ത്രീ ആയതുകൊണ്ടും അല്ലെങ്കിൽ എല്ലാവിധ പോസിബിലിറ്റീസ് ഉണ്ടായിട്ടും ഒരമ്മയാകണ്ട എന്ന് തീരുമാനിക്കുന്ന സ്ത്രീകളും ഉണ്ട്. കാരണം അവരുടെ ബോഡി, അവരുടെ ചോയ്സ്, അവരുടെ റൈറ്റ്സ്. സോ ഇങ്ങനെ പലവിധ കാറ്റഗറിയിലുള്ള സ്ത്രീകളുണ്ട്. മറ്റൊരു കാറ്റഗറിയാണ് ട്രാൻസ്ജെൻഡർ വുമൻ എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതല്ലായ കാരണം കൊണ്ട് അവർ പുരുഷനായി ജനിക്കുന്നു. പക്ഷെ മാനസികമായിട്ട് അവർക്ക് ആ ഒരു ശരീരത്തിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് സർജറി ചെയ്ത് സ്ത്രീയായി മാറുന്നു. എന്നാൽ പോലും അവർക്കൊരു അമ്മയാകാൻ സാധിക്കില്ല. അത് മറ്റൊരു കാറ്റഗറി ഓഫ് വുമൺ ആണ്. വളരെയധികം വെറുക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികളും വസ്ത്രധാരണങ്ങളും അല്ലെങ്കിൽ ഓൺലൈൻ ബൈറ്റുകളും ഒക്കെ കൊടുക്കുന്ന ഒരു വിഭാഗം തന്നെ ട്രാൻസ്ജെൻഡറിൽ ഉണ്ട്. അവരെയൊക്കെ കണ്ട് വെറുത്ത് മടുത്തിരിക്കുന്ന മലയാളികളുടെ ഇടയിൽ അല്പമെങ്കിലും സാമാന്യ രീതിയിൽ, നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിനെ കൊണ്ടുപോകാൻ കഴിയുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സീമ വിനീത് എന്ന് പറയുന്നത്. അക്ഷരം തെറ്റാതെ ഇവരെയൊക്കെ വനിത അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വുമൻ എന്ന് വിളിക്കാൻ തന്നെ തോന്നും. തുടർന്ന് പോകാന്ന് വെച്ചാൽ തുടർന്ന് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നി കാരണം ഡാൻസ് മാത്രം ചെയ്താൽ പോരാ. ഞാൻ മോഡലിംഗ് ചെയ്യും, ആക്ടിങ് ചെയ്യും, ഡാൻസ് ചെയ്യും. ബിക്കോസ് ഐ നോ ഐ എം ഹോട്ട്, ഐ എം സെക്സി. സോ ഐ ഷുഡ് use my body or use my things to some other platform. Use my beauty also. Yeah, of course I have that beauty. Come on. Yeah. So ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബോൾഡായിട്ട് ചെയ്താലോ അല്ലേ. ബോൾഡ് മീൻസ് ഇതൊരു ബോൾഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പം കുറേ പേര് നമ്മളിങ്ങനെ നോക്കും, അവർക്ക് മനസ്സ് തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും എൻ്റർടൈൻ മാത്രം കൊടുത്താൽ പോരല്ലോ അല്ലേ. അപ്പൊ അവർക്കൊരു എന്റർടൈൻ എല്ലാവരും പറയും അയ്യോ എന്താ അവൾ ഇങ്ങനെ എന്നൊക്കെ പറയത്തില്ലേ. ഒരാള് ഒരു ട്രാൻസ്ജെൻഡർ വുമൻ ആയിരിക്കെ തനിക്ക് അമ്മയാകാൻ പറ്റുന്നില്ല എന്നോർത്ത് കരയുമ്പോൾ, ഇവിടെ ഒരാള് തന്റെ ശാരീരിക സൗന്ദര്യം കണ്ടു മാത്രം ആൾക്കാർ എന്റർടൈൻ ആയാൽ പോരല്ലോ, ശാരീരിക സുഖം കൊടുത്തുകൂടി നാട്ടുകാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ വുമൻ. ഇത് രണ്ടും ഒരു കാറ്റഗറിയാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ വാക്കുകളും പ്രവൃത്തികളും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അതായത് ലൈംഗിക തൊഴിലിനെ, സെക്സ് വർക്കിനെ ഇത്രയധികം ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ വുമൻ ആണ് ഇവിടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ട്രാൻസ്ജെൻഡറുടെ മറുപടി വളരെ അഭിമാന പുരസ്കാരം പറയുകയാണ്. എൻ്റെ ഈ സൗന്ദര്യം, എൻ്റെ ഈ ശരീരം അതെല്ലാം നാട്ടുകാർ കൂടി എൻ്റർടൈൻ ആകാൻ വേണ്ടി ഉപയോഗിച്ചോട്ടെ, അല്ലാതെ ഞാൻ ഡാൻസ് ചെയ്യും, ഞാൻ മോഡൽ ചെയ്യും. വളരെ ബോൾഡായിട്ടൊരു ഡിസിഷൻ എനിക്ക് ജീവിതത്തിൽ എടുക്കണമെന്ന് തോന്നി. ഡാൻസും പാട്ടും മോഡലിംഗ് ഒന്നും മാത്രം പോരല്ലോ, ബോൾഡായിട്ടുള്ള ഡിസിഷൻസും വേണ്ടേ. അതുകൊണ്ട് ഞാനൊരു സെക്സ് വർക്കറായി മാറി നാട്ടുകാരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെയാണ് സീമ വിനീതിനെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈ കുപ്പി പോകേണ്ടത്. ഇവരുടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കാണുന്ന ട്രാൻസ്ജെൻഡർക്കൊന്നും ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ശരീരം അനങ്ങാതെ അല്ലെങ്കിൽ വിയർക്കാതെ വെയിൽ കൊള്ളാതെ പണിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇമാതിരിയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. അല്ലാതെ മക്കളെ പോറ്റാൻ വേണ്ടിയോ തീരെ നിവൃത്തിയില്ലാതെയോ സെക്സ് വർക്കിന് പോകേണ്ടി വരുന്ന സ്ത്രീകളെ ഓർത്ത് അപലപിക്കുമ്പോഴും ഇതൊരു ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുത്ത് വിയർക്കാതെ വെയിൽ കൊള്ളാതെ പണം സമ്പാദിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് കാണുന്ന ഇവരെ പോലെയുള്ളവരോട് പുച്ഛമല്ലാതെ മറ്റെന്ത് പറയാനാണ്. എൻ്റെ അമ്മാവൻ്റെ മോനുണ്ടായിരുന്നു. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നോടായിട്ട് സെക്സ് ചെയ്യാനായി എന്നോട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് എന്തൊക്കെ ചെയ്താലും എനിക്കറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ അവൻ ചോരയൊക്കെ ആയിട്ട് ഇറങ്ങി പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ സമ്മതിച്ചില്ല അന്ന് സെക്സ്. എൻ്റെ അമ്മാവൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. നമുക്കിഷ്ടമുള്ളവരോടല്ലേ നമ്മൾ ഇരിക്കുള്ളൂ. സെക്സ് വർക്കിനെ നോർമലൈസ് ചെയ്യുന്ന മറ്റൊരു ലൈംഗിക തൊഴിലാളി. ഇത് കാണുമ്പോൾ ചിരി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത്രയധികം ദാരിദ്ര്യമുള്ള അമ്മാവന്റെ മക്കൾ ഈ സമൂഹത്തിലുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
കാരണം ഇവരൊക്കെ ഒരു പ്രഹസനം പോലെയാണ് ഇവരുടെ ഈ തൊഴിലിനെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇയാൾ പറയുന്നത് കേട്ടില്ലേ, അല്ലെങ്കിൽ ഇവൾ പറയുന്നത് കേട്ടില്ലേ, എന്താ വിളിക്കണ്ടേ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, എൻ്റെ അമ്മാവൻ്റെ മകൻ ചെറുപ്പത്തിലെ എന്നോട് സെക്സ് ചെയ്യാൻ വന്നു, ഞാൻ അനുവദിച്ചില്ല. വളരെ കൂളായി വളരെ വളരെ ചിരിച്ചുകൊണ്ട് ലാസ്യഭാവത്തിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഇത് കണ്ട് തരിച്ചിരിക്കുന്ന ആങ്കറേയും നമുക്ക് അവിടെ കാണാൻ കേട്ടോ. സോ ഇതൊക്കെ കാണുമ്പോഴാണ് സീമ വിനീതിനെ പോലെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വുമൺ എത്രയോ മനോഹരമായാണ് സമൂഹത്തിൽ ജീവിക്കുന്നതെന്ന്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനിയും ഉണ്ട് ഇവന്മാരെ പോലെയുള്ള കുറെ ആൾക്കാർ. ഞാൻ എന്തായാലും സർജറി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആൾക്കാർ പറയും നീ അതിന് ഫുൾ സർജറി ചെയ്തെന്ന്. അപ്പോൾ എനിക്ക് KSRTCയിൽ സൗജന്യ യാത്ര വേണ്ട, പകുതി മതി. എവിടേക്കാ പൊടിച്ചാൽ 200 രൂപകളുടെ ചാർജ് ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കത്തുള്ളൂ. പകുതി പെണ്ണാണല്ലോ. ഇതൊരു ട്രോൾ വീഡിയോ ആണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ജാസി പറഞ്ഞതാണ്. അവർ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ ഡൗൺ സർജറി ചെയ്തില്ല, അപ്പർ സർജറി ചെയ്തു, അതായത് ബ്രസ്റ്റ് സർജറി ചെയ്തു, അതുകൊണ്ട് എനിക്ക് പകുതി സ്ത്രീ ആകണം, അല്ലെങ്കിൽ പകുതി സ്ത്രീയാണ്, അതുകൊണ്ട് സ്ത്രീകൾക്കുള്ള എല്ലാ കൺസെഷനും പകുതി വെച്ച് എനിക്ക് തരണം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയാണെങ്കിൽ ഞാൻ പകുതി പൈസ തരികയുള്ളൂ, കാരണം ഞാൻ പകുതി സ്ത്രീയാണല്ലോ എന്നാണ് ഇവരുടെ കമ്മ്യൂണിറ്റീനെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ കാറ്റഗറീനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ എങ്ങനെയെങ്കിലും വൈറലാവുക എന്നുള്ള വൃത്തികെട്ട ചിന്താഗതിയോടുകൂടി ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്ന മറ്റൊരു ട്രാൻസ്ജെൻഡറെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്കൊക്കെ പുരുഷന്മാരായി തന്നെ ഇരുന്നാൽ പോരായിരുന്നോ? അല്ലാതെ ഇവരൊക്കെ വാദിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പുരുഷന്മാരുടെ ശരീരത്തിൽ വീർപ്പ് മുട്ടി കഴിയാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ സർജറി ചെയ്യുന്നു, ഞങ്ങൾ പുറത്തു വരുന്നു എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഇവർ അതിൻ്റെതായ ഒരു മാന്യത കൂടി കീപ്പ് ചെയ്യണ്ടേ? ഇവരുടെ വസ്ത്രത്തിലായാലും ഇവരുടെ സംസാരത്തിലായാലും ഇവരുടെ ജീവിത രീതിയിലായാലും മിനിമം മാനേഴ്സ് കീപ്പ് ചെയ്യണ്ടേ? മൈ ബോഡി മൈ റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വൃത്തികേടുകളും വിളിച്ചു പറയാൻ പറ്റും എന്നുള്ള രീതിയിലോട്ടാണ് ഇവരുടെ കമ്മ്യൂണിറ്റി പെട്ടുന്നവർ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കാണുന്ന ജാസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ. ഇനിയും ഉണ്ട് കേട്ടോ. We are living in this cruel world, broken but strong, gotta move on, you're not a bakery of life. ആ ചെവിയിൽ വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞു തന്നെ പറ്റുവാന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ തലയ്ക്ക് സാമാന്യമായി എന്തോ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ മറ്റേ പാവാട എടുത്ത് മുകളിലോട്ട് എടുത്തു കൊടുക്കും. ഇതൊരു പാവാടയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി വസ്ത്രം അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്, അവനവൻ്റെ അവകാശമാണ്, ആയിക്കോട്ടെ. പക്ഷെ കാണുന്നവൻ അയ്യേ എന്ന് തോന്നാത്ത അരോചകമില്ലാത്തൊരു വസ്ത്രം ധരിച്ചൂടെ? എന്തൊക്കെയോ സർജറി കഴിഞ്ഞ് ഹോർമോണുകളൊക്കെ കുത്തിവെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും 4 പേരെ കാണിക്കണം, എങ്ങനെയെങ്കിലും നാട്ടുകാർ അതൊന്ന് കാണണം. കണ്ടിട്ട് എനിക്കും ഇതൊക്കെ ഉണ്ട് എന്ന് നാട്ടുകാരെ കാണിച്ചിട്ട് അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, ഇനി അത് അവരുടെ കയ്യിൽ നിന്നും വനിത എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ, എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർജറി ചെയ്തും ഹോർമോൺ കുത്തിവെച്ചും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ടങ്ങ് കണ്ടാൽ പോരെ. എന്തിനാണ് ഇതെല്ലാം കൂടെ നാട്ടുകാരെ കാണിക്കുന്നത്? ഇത് നമ്മുടെ കേരളത്തിൻ്റെ നയൻതാരയാണ് കേട്ടോ. എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസം കടന്നു പോവുക അല്ലേ? നമ്മുടെ സ്വന്തം ജാസിയാണ്. താൻ പ്രസവിക്കാൻ പോവുകയാണ്, താൻ 5 മാസം ഗർഭിണിയാണ്, അല്ലെങ്കിൽ താൻ ഇപ്പൊ പ്രസവിക്കും തേങ്ങ ഒട്ടക്ക് സ്വാമി എന്ന് പറയുന്ന ലെവലിൽ വരെ ഒരു ഗർഭിണിയാണെന്ന് മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ച മറ്റൊരു ട്രാൻസ്ജെൻഡർ ആണ് ജാസി. ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കെ ഒരിക്കലും പ്രസവിക്കാൻ സാധിക്കില്ല, ഒരു അമ്മയാകാൻ സാധിക്കില്ല. കാരണം അവർക്ക് യൂട്രസ് ഇല്ല. ജനിച്ചത് പുരുഷനായിട്ടായതുകൊണ്ട് തന്നെ അവർക്ക് യൂട്രസ് ഇല്ല. യൂട്രസ് ഒന്നും വച്ചു പിടിപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അവർക്കൊന്നും പീരിയഡ്സ് ഉണ്ടാവുന്നില്ല. സോ പീരിയഡ്സ് ഒന്നും സാധ്യമാകാത്ത ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ സാധിക്കില്ല. അത് ബയോളജിക്കലി പ്രൂവ്ഡ് ആണ്. സോ ആരെയാണ് ഇവരൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഒരു മാതൃത്വത്തെ അമ്മമാരെ കളിയാക്കുകയാണോ ചെയ്യുന്നത്? ഇവർക്ക് അമ്മയാകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഗർഭിണിയായാൽ താൻ എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീടിനകത്ത് ഇതൊക്കെ കാണിച്ചാൽ പോരെ? ട്രാൻസ്ജെൻഡർ ആയിരിക്കെ താൻ അമ്മയാകാൻ പോവുകയാണെന്നും പറഞ്ഞ് ഇമാതിരിയുള്ള കോലം കെട്ടലുകൾ എന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്നത്? അങ്ങനെ പങ്കുവയ്ക്കുമ്പോഴല്ലേ ഇവർ ശരിക്കും ഒരു സ്ത്രീനെ അപമാനിക്കുന്നത്. ഇവരൊരു സ്ത്രീ ആകാൻ ആഗ്രഹിച്ച് ഒരു പൂർണ്ണ സ്ത്രീ ആകാൻ പരിശ്രമിച്ച് സർജറിയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും മറ്റൊരു സ്ത്രീനെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഉണ്ടാവില്ല. പക്ഷെ ഇവരൊക്കെ ദിനം പ്രതി ചെയ്യുന്നത് ഇത് തന്നെയാണ്. സോ ഈ സോ കോൾഡ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ എല്ലാ അഡ്വാൻറ്റേജും ഏറ്റെടുത്ത് അതിൻ്റെ എല്ലാ തണലിലും നിന്ന് ഇവർക്ക് ഇവരുടെ തോന്നിവാസം ജീവിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു കാര്യവും മറ്റൊരു ലക്ഷ്യവും ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഈ ബിഗ് ബോസിലെ ഉണ്ട് ഈ വർഷം സിലക്ഷൻ നല്ലതാണോ? ഓരോ എല്ലാവരും മൊത്തം
അനസ് ലോക പെണ്ണച്ചി അറിയില്ല മനസ്സിലാവും സ്വഭാവം മനസ്സിലാവും. തിരിച്ചു തള്ളുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടൻ പറഞ്ഞു വെക്കുകയാണ്, അല്ല സോറി ജാൻമണി പറഞ്ഞു വെക്കുകയാണ്, ലോക പെണ്ണച്ചി, അതായത് മറ്റൊരു പുരുഷനെ ലോക പെണ്ണച്ചി എന്ന് പറയുന്ന വേർഡ് വെച്ച് അഭിസംബോധന ചെയ്യണം. ആര്? ഒരു ട്രാൻസ്ജെൻഡർ വുമൻ ആയിട്ടുള്ള ജാൻമണി. സോ ജാൻമണീനെ പോലെയുള്ള ആൾക്കാരെ 9 അല്ലെങ്കിൽ പെണ്ണച്ചി അല്ലെങ്കിൽ അങ്ങനെ കുറേ മോശം വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതേ വാക്ക് വെച്ച് ഇവർ മറ്റൊരു പുരുഷനെ അഭിസംബോധന ചെയ്യുകയാണ്. സോ 4 പേര് കൈയടിച്ച് കാണുമ്പോൾ കോമാളിത്തരവും വലിയ ഹീറോയിസം ആണെന്ന് ഇവർക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ജാൻമണീനെ പോലെയുള്ള ആൾക്കാർ പിന്നെയും വന്നിരുന്ന് വിടുവായിത്തരം പറയുന്നത്. സോ ഇങ്ങനെ കുറേയധികം ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സീമാ വിനീത് വേറിട്ട് നിൽക്കുന്നു, എന്തുകൊണ്ട് സീമാ വിനീതിനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ ജീവിത രീതിയും അവരുടെ സംസാര രീതിയും അവരുടെ ഇടപെടലും തന്നെയാണ്. അല്ലാതെ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയോട് ആർക്കും ഒരു എതിർപ്പില്ല, ഒരു മലയാളികൾക്കും ഒരു വെറുപ്പുമില്ല. പക്ഷെ ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് എന്നെ എല്ലാവരും അകറ്റി നിർത്തുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ ഇവരുടെ പ്രവൃത്തി കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ദീപ്തി കല്യാണിനെ പോലെയുള്ള, ജാസിനെ പോലെയുള്ള, എന്തും വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ എങ്ങനെയും എന്തും കാട്ടിക്കൂട്ടുന്ന ഇവരെ പോലെയുള്ള ആൾക്കാർ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടല്ല മലയാളികൾ വെറുക്കുന്നത്. പകരം നിങ്ങൾ മനുഷ്യത്വമില്ലാതെ അല്ലെങ്കിൽ സ്ത്രീത്വമില്ലാതെ അല്ലെങ്കിൽ മനുഷ്യരെ എല്ലാം ഒറ്റയടിക്ക് കളിയാക്കുന്ന രീതിയിലുള്ള റീലുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ പങ്കുവയ്ക്കുന്നതുകൊണ്ടാണ്. അല്ല മറിച്ച് നിങ്ങളുടെ ജെൻഡർ അനുസരിച്ചാണെങ്കിൽ എന്തുകൊണ്ട് സീമാ വിനീതിനെ എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്നു. അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ സ്വത്വത്തെ തന്നെ, നിങ്ങളുടെ പെരുമാറ്റത്തെ തന്നെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ. ബൈ.